സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും ഇല്ലാതാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ വി.ആർ. വിനോദ്. ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ള അംഗീകാരമില്ലാത്ത എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളും പിടിച്ചെടുക്കും. കച്ചവടക്കാരോടും ഹോട്ടലുകാരോടും ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ കർശന നടപടിയുണ്ടാകും. കടകളിൽ സൂക്ഷിക്കുന്ന അനധികൃത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തും. മൊത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ ഈ പരിശോധനയുണ്ടാകും. സാധനം വാങ്ങാൻ കടകളിലേക്ക് പോകുന്നവർ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം പാത്രങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകണം. നിരോധിച്ച ഫ്ലക്സ് ബോർഡുകളുടെ ഉപയോഗവും നിർത്തലാക്കും. അംഗീകാരമില്ലാത്ത പ്ലാസ്റ്റിക് ഗ്ലാസുകളുടെ ഉപയോഗവും തടയും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയുന്നത് തടയും. ഇതിനായി പഞ്ചായത്ത് തലത്തിലുള്ള സ്ക്വാഡുകൾക്ക് കൃത്യമായ അവബോധം നൽകി പ്രവർത്തനം ശക്തമാക്കും. മുൻകൂർ അറിയിപ്പൊന്നുമില്ലാതെയുള്ള പരിശോധനയിലൂടെ മാലിന്യം വലിച്ചെറിയാനെത്തുന്നവരുടെ വാഹനങ്ങളടക്കം പിടിച്ചെടുക്കുമെന്നും മലപ്പുറത്ത് നടന്ന പത്രസമ്മേളനത്തിൽ കളക്ടർ പറഞ്ഞു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ. ആതിരയും പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിൽ ജില്ലയെ മെച്ചപ്പെട്ട നിലയിലെത്തിക്കാൻ പരിശ്രമിക്കും. ഇതിനാവശ്യമായ മാലിന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന MCF, STP തുടങ്ങിയ സംവിധാനങ്ങൾ ആവശ്യാനുസരണം ഓരോ നാട്ടിലും ഒരുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിലും പലപ്പോഴും പ്രാദേശിക എതിർപ്പുകളാൽ ഇവ തുടങ്ങാനാകുന്നില്ല. ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കും. ബയോഡീഗ്രേഡബിൾ ബിന്നുകളുടെ എണ്ണം കൂട്ടും. അനാവശ്യ എതിർപ്പുകളുയർത്തി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ആരും ശ്രമിക്കരുതെന്നും കളക്ടർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. Kavita Gold and Diamonds. Choose your special.